ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇത് നമ്മൾ ബറാത്തിൻ്റെ അന്ന് എടുത്തൊരു വീഡിയോ ആണ്. ഇന്നാണ് ഇടാൻ പറ്റിയത്. ഇവിടെ ബറാത്തിൻ്റെ ചക്കരച്ചോറൊക്കെ റെഡിയായി വരികയാണ്. ഞാൻ വീഡിയോ എടുക്കുന്ന പറയാതെ തന്നെ എൻ്റെ ഉമ്മ വേഗം തന്നെ തേങ്ങാപ്പാലിലോട്ട് ഗോതമ്പൊക്കെ ഇട്ട് തിളപ്പിക്കാൻ തുടങ്ങിയിരുന്നു. അടുപ്പിലാണ് വെച്ചത്. പിന്നെ അതിലോട്ട് നമ്മുടെ കടലപ്പരിപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അതിൽ നന്നായിട്ട് രണ്ടാം തേങ്ങാപ്പാലിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വരണം. നന്നായിട്ട് തിളക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർക്കണം. നമ്മൾ സാധാരണ രാവിലെ തന്നെയാണ് ചക്കരച്ചോറ് ഉണ്ടാക്കുക. ഒരു 10 മണിക്കൊക്കെ ചക്കരച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങും. ഉമ്മയാണ് എപ്പോഴും ഉണ്ടാക്കുക. അപ്പോൾ ഉമ്മ വീഡിയോ എടുക്കുന്നതെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഉമ്മ അങ്ങനെ വേഗം തന്നെ അതിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തിളച്ച് നന്നായി കുറുകി വന്നിട്ടുണ്ട്. എല്ലാം വെന്തിട്ടുണ്ട്. ഗോതമ്പ്, കടലപ്പരിപ്പ് എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് മധുരം ചേർത്തതിന് ശേഷം കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കുക. നല്ലൊരു തിക്നെസ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും. പിന്നെന്താ, മിൽക്ക് മെയ്ഡ് ചേർക്കണമെന്നൊന്നുമില്ല, കാരണം ഫ്രഷ് കോക്കനട്ട് മിൽക്കാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നന്നായി തിളക്കുന്നുണ്ട്. എല്ലാം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഒന്നാം പാൽ ഒഴിക്കാൻ പോവാണ്. ഇത് ഏകദേശം 1 ലിറ്ററോളം ഒന്നാം പാലുണ്ടാവും. ഇത് ഒഴിച്ചതിന് ശേഷം അധികം തിളക്കാനൊന്നും വെക്കണ്ട. ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇറക്കി വെക്കാവുന്നതാണ്. പിന്നെ ഇത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതാണ് മെയിൻ ഇതിലൊരു പരിപാടി എന്ന് പറഞ്ഞത്. കാരണം എല്ലാം അടി പിടിക്കും. അടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പോയി. പിന്നെ അതിൻ്റെ ടേസ്റ്റൊക്കെ ഒരു വ്യത്യാസമായിരിക്കും. അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ ഇത് ഇറക്കി വെക്കുക. ഇത്രേ ഉള്ളൂ ബറാത്തിന് ചക്കരച്ചോറ്. നിങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണെന്നറിയാം. എല്ലാവരുടെ കമൻസും താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.